സിൻഡിക്കേറ്റ് യോഗം വിളിക്കാതെ ചട്ടവിരുദ്ധമായി മുൻ വി സി, അതായത് ഇപ്പോൾ താൽക്കാലികമായ ഒരു വി സി ഉണ്ട്, മോഹനൻ കുന്നുമല്ലെടുത്ത ഒരു തീരുമാനം, അത് രജിസ്ട്രാർക്കെതിരെയുള്ള സസ്പെൻഷൻ നടപടി അന്നേ ആവശ്യപ്പെട്ടതാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെല്ലാം തന്നെ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ടതാണ്. പക്ഷേ അന്ന് വിളിക്കാത്ത സിൻഡിക്കേറ്റ് ഇന്ന് ഇപ്പോൾ പ്രത്യേകമായി സിൻഡിക്കേറ്റ് യോഗം ചേരുകയാണ്. അതും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യപ്രകാരം തന്നെയാണ്. സിസാഖ് തോമസിനെ കഴിഞ്ഞ ദിവസം നേരിട്ട് കണ്ടവരൊക്കെ കത്ത് നൽകിയിരുന്നു. ഇന്ന് എന്തായിരിക്കും നിലപാട്? പ്രത്യേകിച്ച് രജിസ്ട്രാറുടെ സസ്പെൻഷൻ ചോദ്യം ചെയ്തുകൊണ്ട് രജിസ്ട്രാർ ഹൈക്കോടതിയെ ഒക്കെ സമീപിച്ച സാഹചര്യത്തിൽ വിനിഷ, ഈ രാജ്ഭവനും അതുപോലെ തന്നെ ഗവർണറും തൊടുത്തുവിട്ട ഈ RSS കൊടിയേന്തിയ ഭാരതാംബയുമായി ബന്ധപ്പെട്ട വലിയ വിഷയമുണ്ട്. ഈ വിഷയമാണ് നിലവിലിപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും വലിയൊരു വിഷയമായി തന്നെ കത്തി നിൽക്കുന്ന ഒരു വിഷയം. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ സിൻഡിക്കേറ്റ് യോഗം ഉൾപ്പെടെ ചേരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട, അതായത് ഈ RSS കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം ഒരു സംഘടന, അതായത് ഒരു മതസംഘടന കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് ഒരു പരിപാടി സംഘടിപ്പിക്കുകയും അതിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ആ പരിപാടി ഗവർണർ എത്തി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അത് ചെയ്യരുത് എന്ന് രജിസ്ട്രാർ നിർദ്ദേശം നൽകിയെങ്കിലും അത് അവഗണിച്ചാണ് ഗവർണർ എത്തുകയും ആ പരിപാടി നടത്തുകയും ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളുണ്ടായി. ആ വിഷയത്തിൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയുമുണ്ടായി. ആ നടപടി നിയമ വിധേയമായിട്ടല്ല നടത്തിയത് എന്ന് പറഞ്ഞ് രജിസ്ട്രാർ ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തു. ഈ പ്രശ്നത്തിൽ നിലവിലിപ്പോൾ രജിസ്ട്രാറുടെ ഈ സസ്പെൻഷൻ നടപടി സ്റ്റേ ചെയ്തുകൊണ്ടൊരു വിധി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നില്ല എങ്കിൽ പോലും നാളെ വീണ്ടും രജിസ്ട്രാർ നൽകിയ മറുപരാതി ഇപ്പോൾ പരിഗണിക്കാനിരിക്കെയാണ്. ഇതിൻ്റെ മുന്നോടിയായാണ് ഇന്നിപ്പോൾ അടിയന്തരമായി 11 മണിക്ക് സിൻഡിക്കേറ്റ് യോഗം സർവകലാശാലയിൽ ചേരുന്നത്. ഇടത് അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സിൻഡിക്കേറ്റ് യോഗം ചേരണം, അതായത് ഈ ഭാരതാംബ വിഷയം, ഈ RSS കൊടിയേന്തിയ ഭാരതാംബ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന ആവശ്യം ഇടത് അംഗങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് നേരത്തെ ഉണ്ടായിരുന്ന വി സിയോടും ആവശ്യപ്പെട്ടു. ഇപ്പോൾ താൽക്കാലിക ചുമതലയിലുള്ള സിസാ തോമസിനോടും ഈ ആവശ്യം ഉന്നയിച്ചു. പക്ഷേ അത്തരത്തിൽ യോഗം ചേരാൻ തയ്യാറായില്ല. അതിനുശേഷം കഴിഞ്ഞ ദിവസം വിവിധ പരിശോധനകൾക്കായി സിസാ തോമസ് ഈ സർവകലാശാലയിൽ എത്തിയപ്പോൾ വലിയ പ്രതിഷേധം ഇവിടെ അരങ്ങേറുകയും ചെയ്തു. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. സ്വാഭാവികമായും ഈ രജിസ്ട്രാർക്കെതിരായ സസ്പെൻഷൻ നടപടി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റ് ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടതുണ്ട്. ആ സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചാണ് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ, അതായത് വൈസ് ചാൻസലർക്കുള്ള അധികാരം എന്ന് പറയുന്നത് തുടർച്ചയായി ഈ സിൻഡിക്കേറ്റ് യോഗം ചേരാതിരിക്കുകയോ പ്രവർത്തനരഹിതമാവുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു സവിശേഷ അധികാരം ഉപയോഗിച്ച് ഇത്തരം വിഷയങ്ങളിൽ വൈസ് ചാൻസലർക്ക് ഇടപെടാം. പക്ഷേ അപ്പോൾ പോലും ഈ നിലവിലിപ്പോൾ ഇവിടെ സിൻഡിക്കേറ്റ് യോഗം ചേരാത്ത വിഷയമില്ല, അത് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ്. പക്ഷേ അതിന് മറികടന്നുകൊണ്ടാണ് ഒരു തീരുമാനം ഏകപക്ഷീയമായി വൈസ് ചാൻസലർ എടുക്കുന്നത് എന്ന് മാത്രമല്ല, വൈസ് ചാൻസലറുടെ അധികാരം എന്ന് പറയുന്നത് അസിസ്റ്റന്റ് രജിസ്ട്രാർ വരെയുള്ള തസ്തികയിലുള്ള ആളുകൾക്കെതിരെ മാത്രമേ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അച്ചടക്ക നടപടി സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. രജിസ്ട്രാർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കാൻ വൈസ് ചാൻസലർക്ക് അധികാരമില്ല എന്നിരിക്കെയാണ് ഇത്തരമൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. ഇതിനെ ഒരുപക്ഷെ ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗം എതിർക്കും. അതോടൊപ്പം തന്നെ ഈ നടപടി പിൻവലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ നടപടി റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഒരുപക്ഷെ ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ ഭാഗമായി ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായും ഗവർണറുടെ നോമിനിയായി വന്ന സിസാ തോമസ് ഇതിനെ എതിർക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെ എതിർപ്പിന് വലിയ കാര്യമുണ്ടാകില്ല. ഏതായാലും ഭൂരിപക്ഷ തീരുമാനം അനുസരിച്ചായിരിക്കും സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുക. സ്വാഭാവികമായും ഭൂരിപക്ഷ തീരുമാനത്തിന്റെ ഭാഗമായി ഇന്നൊരു പക്ഷേ ഈ വൈസ് ചാൻസലറുടെ ഈ സസ്പെൻഷൻ നടപടി റദ്ദാക്കിക്കൊണ്ടുള്ളൊരു തീരുമാനമായിരിക്കും ഒരു പക്ഷേ ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ വരാൻ സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 11 മണിയോടുകൂടി സിൻഡിക്കേറ്റ് യോഗം ചേരും. ഈ യോഗം കണക്കിലെടുത്ത് വലിയ സുരക്ഷ പോലീസ് ഒരുപക്ഷെ കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് ഒരുക്കുന്നു എന്നുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ തലസ്ഥാനം വീണ്ടും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. വിനിഷ.